അഭിഷേകം നുകത്തെ തകർക്കും. ആ വചനമാണ് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത് മോണിമന്നായിൽ. ഇന്ന് നമ്മൾ ആ ഭാഗം ചിന്തിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. വാഗ്ദത്തത്തിന് തടസ്സമായിട്ടുള്ള ചില നുകത്തെ ദൈവം തകർക്കുമെന്നുള്ളൊരു വിഷയം ഇന്നലെ ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഞാൻ പറഞ്ഞിരുന്നു നാളെ വീണ്ടും അതിൻ്റെ ഭാഗം ചിന്തിക്കുന്നു. ഫറവോൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവജനത്തെ അവൻ എപ്പോഴും നോക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചായിരുന്നേ, ഈ സാത്താൻ ഒരിക്കലും ഈ പക്ഷികളെ നോക്കാറില്ല, മൃഗങ്ങളെ നോക്കാറില്ല, മറ്റ് ജീവജാലങ്ങളെ ഒന്നും അവൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട എന്നെ നിന്നെ അവൻ ശല്യം ചെയ്യുന്നു. ഒന്നുകൂടെ പറഞ്ഞ, ഈ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ച ദൈവമക്കളെ അവൻ എന്ത് ചെയ്യുന്നത്? ശല്യം ചെയ്യുന്നത്. ഞാനൊരു ദൂത് പറഞ്ഞ് നിങ്ങളോട് തുടങ്ങാം. ആ പിശാചിനെ, നിന്നെ ശല്യം ചെയ്യുന്ന പിശാചിനെ തകർക്കാനുള്ള ഒരു അഭിഷേകം ദൈവം നമ്മുടെ മേൽ തരാൻ പോവാം. ദൈവം നമ്മുടെ മേൽ അയക്കാൻ പോവാം. വീണ്ടും മോണിമന്നായിലേക്ക് നമ്മൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഇന്നലത്തെ ബാക്കി ഭാഗം. ആ വാക്യം, കുറിവാക്യം ഇന്നലെ വായിച്ചൊന്നുകൂടെ ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കും. യഹോവ മോശയോട് അഹരോനോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. അതൊരു ഭയങ്കര വാക്യം കേട്ടോ. ദൈവം പറയുന്നത് പോലെ ചെയ്യണം. അതിനകത്തൊരു ഭയങ്കര അനുസരണം കാണുക. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ നീതി എങ്ങനെയാണ്? ഈ ദൂതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയാണ്? പ്രാർത്ഥനാ മുറിയിലോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നിടത്തോ ഇരുന്നുകൊണ്ട് അത് എന്ത് ചെയ്യണം? ചിന്തിക്കണം, അതിനെ സ്വീകരിക്കണം. ശ്രദ്ധിച്ചേ, ഈ ഭാഗം നമ്മൾ കാണുന്നത് ഒരു വലിയ ദൈവപ്രവൃത്തിയാണ്. ഒരു വലിയ ദൈവപ്രവൃത്തി. ഏത് ദൈവപ്രവൃത്തി? ഇസ്രായേൽ മക്കളെ ദൈവം പുറത്തു കൊണ്ടുവരും. ജനലക്ഷങ്ങളെ കണ്ടോ? ജനലക്ഷങ്ങളെ, 1-2 പേരല്ല. എന്നാൽ അവരെ വിട്ടത്തില്ലെന്ന് പറയുന്നൊരു ഫറവ്, ആ നുകത്തെയാ ദൈവം തകർക്കുന്നത്. എങ്ങനെയാ തകർത്തെന്ന് നമ്മളിപ്പോൾ കുറിവാക്യം വായിച്ചേ. ദൈവം കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. ദൈവം കൽപ്പിച്ചതുപോലെ. ഞാൻ ഇതൂത് പറയുമ്പോൾ തന്നെ ആത്മനിയോഗത്തിൽ ചില നോക്കി പ്രവചിക്കുക. ദൈവം ചെയ്യാൻ നിന്നോട് പറഞ്ഞ കാര്യം നീ അങ്ങ് ചെയ്യ്. എന്താണോ, എന്തായി തീരുമെന്നോ ഒന്നും നീ ചിന്തിക്കണ്ട. ചെയ്യാൻ പറഞ്ഞ കാര്യം അങ്ങ് ചെയ്യ്. അതൊരു ദൈവപ്രവൃത്തിയിൽ വന്ന് അവസാനിക്കും. അതൊരു വിടുതലിൽ വന്ന് അവസാനിക്കും. നോക്കിയേ, ഹല്ലേലൂയ. ഇവിടെ ഫറവോൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, യഹോവയെ ആരാധിപ്പം വിട്ടേക്ക്, യഹോവയെ ആരാണ്? ഇല്ലേ? ഇന്നും അങ്ങനെയുണ്ട്. അറിയാമെങ്കിലും, ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാകുമെങ്കിലും സമ്മതിച്ചു കൊടുക്കത്തില്ല, ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നോക്കിയേ, അവിടെ കാണുന്നത് കൽപ്പിച്ചത് പോലെ തന്നെ അവർ ചെയ്തു. അന്ന് തന്നെ യഹോവ ഇസ്രായേൽ മക്കളെ ഗണഗണമായി മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു. അന്ന് തന്നെ ഹല്ലേലൂയ. ഇന്നൊരു ദൈവപ്രവൃത്തിയുണ്ട് കേട്ടോ. ഇന്നൊരു ദൈവപ്രവൃത്തിയുണ്ട്. അന്ന് തന്നെ ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വിടുതൽ വേണ്ടി കൊതിക്കുന്നവരുണ്ട്. വാഗ്ദത്തത്തിന് തടസ്സമായിട്ട്, കർത്താവേ, ഇന്ന കാര്യമാ എൻ്റെ ജീവിതത്തിൻ്റെ നേരെ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്നത്, അവിടുന്ന് ഒരു വിജയം തരണമെന്ന് ഇപ്പോൾ തന്നെ നിങ്ങളായിരിക്കുന്നിടത്തൊന്ന് പ്രാർത്ഥിച്ചോ. ഒരു അത്ഭുതം നടക്കാൻ പോവാ, ഒരു വിടുതൽ നടക്കാൻ പോവാ. ലൈഫിൽ ഇന്ന് വരെ കാണാത്ത രീതിയിൽ ഈ ഫറവോൻ പറയും പൊയ്ക്കോളാം. കഠിനവേല ചെയ്യിച്ച, ഊഴിയവേല ചെയ്യിച്ച, ദാസന്മാരാക്കിയ ആ ഫറവോൻ ഇപ്പോൾ മോശയെ വിളിപ്പിക്കുക. എന്തിനാണെന്നറിയാമോ? പ്രാർത്ഥിക്കാൻ. നിന്റെ ആലലി ചിലതിൻ്റെ കാഠിന്യം മാറ്റാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുക. ചിലതിൻ്റെ കാഠിന്യം മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. നോക്കിയേ, ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന എങ്ങനാ? ഫറവോനെയും കൂട്ടരെയും സ്വർഗത്തിൽ ദൈവം എന്ത് ചെയ്തു? ചെങ്കടലിൽ മൂക്കിക്കളഞ്ഞു. എന്താ കാരണം? വാഗ്ദത്തത്തിന് തടസ്സമായി നിന്ന അവസാനത്തെ കണ്ണിയും ചെങ്കടലിൽ മുങ്ങിപ്പോൾ. അതൊരു ദൈവത്തിൻ്റെ നീതിയാ. ദൈവം അത് ചെയ്യും. ഈ ദൂത് കേട്ടോണ്ടിരിക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവനീതി വെളിപ്പെടാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ഒരു ദൈവനീതി വെളിപ്പെടാൻ പോവാ. നിങ്ങൾ ആ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത്, ആ പ്രയാസപ്പെടുന്ന വിഷയത്തിനകത്ത് തലമുറയുടെ ചില റോങ് ആയിട്ടുള്ള ചില ചെയ്തികൾ ഓർത്ത് മനസ്സ് കലങ്ങിയിരിക്കുന്ന ചിലതിനെ ദൈവം വിടുവിക്കാൻ പോകും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നിഗ്രഹിക്കപ്പെട്ട നല്ല സന്ദേശത്തിനായിട്ട് സ്തോത്രം. കേട്ട ദൂതിനെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കേട്ട ദൈവശബ്ദത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ആത്മാവ് തന്നെ കാര്യങ്ങളെ നിയന്ത്രിക്കണമേ.
മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.